ഇംഗ്ലണ്ടിനെതിരായ പരമ്പരയിലെ ഇന്ത്യയുടെ കണ്ടെത്തലായിരുന്നു സർഫറാസ് ഖാനും വിക്കറ്റ് കീപ്പർ ബാറ്റർ ധ്രുവ് ജുറേലും. രാജ്കോട്ടിൽ നടന്ന മൂന്നാം ടെസ്റ്റിലായിരുന്നു ഇരുവരും ഇന്ത്യക്കായി അരങ്ങേറ്റം കുറിച്ചത്. അരങ്ങേറ്റ ടെസ്റ്റിൽ 2 ഇന്നിംഗ്സിലും അർദ്ധ സെഞ്ചുറിയുമായി സർഫറാസ് വരവറിയിച്ചപ്പോൾ റാഞ്ചി ടെസ്റ്റിലെ മാൻ ഓഫ് ദി മാച്ച് പുരസ്കാരം സ്വന്തമാക്കിയാണ് ജുറേൽ കരുത്തുകാട്ടിയത്. മാർച്ച് 7-ന് ആരംഭിക്കുന്ന 5ാം ടെസ്റ്റിൽ ഇരുവരും സ്ഥാനം കണ്ടെത്തുമെന്ന് ഉറപ്പായി കഴിഞ്ഞു. ഇതിനിടെയാണ് BCCIയുടെ വാർഷിക കരാറും പുറത്തു വന്നത്. ഇഷാൻ കിഷനെയും ശ്രേയസ് അയ്യരെയും ഒഴിവാക്കിയുള്ള 30-അംഗ ലിസ്റ്റ് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിൽ ഏറെ ചർച്ചയാവുകയും ചെയ്തു. ഇതേ ലിസ്റ്റിൽ സർഫറാസിനെയും ജുറേലിൻ്റെയും അസാന്നിധ്യവും ശ്രദ്ധേയമായി. ഇന്ത്യക്ക് മുതൽക്കൂട്ടാവുന്ന താരങ്ങളായിട്ടും അരങ്ങേറ്റ ടെസ്റ്റിൽ മികവ് പുറത്തെടുത്തിട്ടും എന്തുകൊണ്ട് ഇരുവരെയും ഉൾപ്പെടുത്തിയില്ലെന്ന് ചിലരെങ്കിലും ആലോചിച്ച് കാണും. അതിനുള്ള ഉത്തരം BCCI തന്നെ നൽകിയിട്ടുണ്ട്. നിശ്ചിത കാലയളവിനുള്ളിൽ കുറഞ്ഞത് 3 ടെസ്റ്റുകളോ അല്ലെങ്കിൽ 8 ഏകദിനങ്ങളോ അതുമല്ലെങ്കിൽ 10 T20 മത്സരങ്ങളോ കളിക്കുന്ന താരങ്ങളെയാണ് കോൺട്രാക്റ്റിൽ ഉൾപ്പെടുത്തുക. നിർഭാഗ്യവശാൽ ജുറേലും സർഫറാസും 2 മത്സരങ്ങൾ മാത്രമാണ് കളിച്ചത്. ഇംഗ്ലണ്ടിനെതിരെ ധരംശാല ടെസ്റ്റിൽ ഇരുവരും കളിച്ചാൽ C കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുമെന്ന് BCCI അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ 15 കളിക്കാരാണ് C കോൺട്രാക്റ്റിൽ ഉള്ളത്. കഴിഞ്ഞ വർഷം 11 കളിക്കാരായിരുന്നു. മലയാളി താരം സഞ്ജു സാംസൺ സ്ഥാനം നിലനിർത്തിയപ്പോൾ 10 പേർ പുതുതായി എത്തിയവരാണ്. റിങ്കു സിംഗ്, തിലക് വർമ്മ, ഋതുരാജ് കേക്കുവാത്, ശിവം ദുബെ, രവി ബിഷ്ണോയ്, ജിതേഷ് ശർമ്മ, മുകേഷ് കുമാർ, പ്രസിദ്ധ് കൃഷ്ണ, ആവേശ് ഖാൻ, രജത് പാട്ടീദാർ എന്നിവരാണ് പുതുതായി എത്തിയത്. 1 കോടിയാണ് ഇവരുടെ പ്രതിഫലം. A+, A, B, C എന്നിവയ്ക്ക് പുറമെ ഫാസ്റ്റ് ബോളിംഗ് കോൺട്രാക്റ്റ് എന്ന കാറ്റഗറിയും പുതുതായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആകാശ് ദീപ്, ഉമ്രാൻ മാലിക് എന്നിവരടക്കം 5 പേരാണ് ഈ ലിസ്റ്റിൽ ഉള്ളത്. രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നീ 4 കളിക്കാരെ ഉൾക്കൊള്ളിച്ചാണ് A+ കാറ്റഗറി. ക്രിക്കറ്റിൻ്റെ 3 ഫോർമാറ്റിലും ഒരുപോലെ മികവ് പുറത്തെടുക്കുന്നവരാണ് ഈ ലിസ്റ്റിൽ. 7 കോടിയാണ് ഇവരുടെ വാർഷിക പ്രതിഫലം. A കാറ്റഗറിയിൽ ഹാർദിക് പാണ്ഡ്യയും ശുഭ്മാൻ ഗില്ലും അടക്കം 6 കളിക്കാരുണ്ട്. മുഹമ്മദ് സിറാജും ഷമിയും ലോകേഷ് രാഹുലുമെല്ലാം ഇവിടെയാണ്. അശ്വിനാണ് മറ്റൊരു താരം. 5 കോടിയാണ് ഈ ലിസ്റ്റിലുള്ളവർക്ക് ലഭിക്കുക. ഗ്രേഡ് Bയിലാണ് സൂര്യകുമാർ യാദവും ഋഷഭ് പന്തും. യശസ്വി ജയ്സ്വാൾ Bയിൽ എത്തിയതും ശ്രദ്ധേയമായി. കുൽദീപ് യാദവും അക്സർ പട്ടേലുമാണ് മറ്റു കളിക്കാർ. 3 കോടിയാണ് ഇവർക്ക് ലഭിക്കുക. അതേസമയം തന്നെ ടെസ്റ്റ് താരങ്ങൾക്ക് പ്രത്യേക ആനുകൂല്യം നൽകാൻ തയ്യാറെടുക്കുന്നതായുള്ള റിപ്പോർട്ടുകളും സജീവമായിരുന്നു. എന്നാൽ പുതിയ പരിഷ്കാരവുമായി ബന്ധപ്പെട്ട ഒരു തീരുമാനവും BCCI വ്യക്തമാക്കുന്നില്ല. കലണ്ടർ വർഷത്തിൽ കൂടുതൽ ടെസ്റ്റ് മത്സരങ്ങൾ കളിക്കുന്ന താരങ്ങൾക്ക് വാർഷിക കരാറിലെ തുകയ്ക്ക് പുറമെ അധിക ആനുകൂല്യം കൂടി നൽകുന്ന രീതിയിലാണ് പ്രതിഫല ഘടന മാറ്റാൻ BCCI ആലോചിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇതു സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകും.